ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ലൈക്കും ഷെയറും സപ്പോർട്ടൊക്കെ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാം ചെയ്യണം കേട്ടോ. ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുക പറഞ്ഞാൽ നമ്മൾ ആട്ടി വെച്ചിട്ടുണ്ട്, ദോശമാവിന് ആട്ടി വെച്ചിട്ടുണ്ട്. നോമ്പിൻ്റെ എണ്ണം കുറയും തോറും എൻ്റെ ക്ഷീണത്തിൻ്റെ അളവ് കൂടി വരികയാണ് മക്കളെ. എന്താ ഉണ്ടാക്കുക, അരിയാട്ടി വെച്ചു, പിന്നെ കടലക്കറി, ഗ്രീൻ പീസ് കറി, പിന്നെ ഒരു സേമിയ പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. നോമ്പ് കഴിയുന്തോറും ഉണ്ടാക്കണതിന് ഇൻട്രസ്റ്റൊക്കെ കുറഞ്ഞ് വരും. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. ആദ്യമൊക്കെ പറഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റോടെ ഓരോന്ന് ഉണ്ടാക്കിയിരുന്നു. പിന്നെ അത് ഇങ്ങനെ അതിന് ഇൻട്രസ്റ്റൊക്കെ കുറയാൻ തുടങ്ങിയില്ലേ. അവിടെ ഞാൻ കടലയൊക്കെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഗ്രീൻ പീസാണ്. അപ്പോൾ അത് കുറുമയായിട്ടല്ലേ വെക്കുന്നത്, കടലക്കറി വെക്കണ പോലെ തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പത്തിരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ദോശയ്ക്ക് ആട്ടി വെച്ചു രാവിലെ. അപ്പോൾ അത് തേങ്ങ വറുത്തരച്ചതൊക്കെ അതിൽ കൂട്ടി. പിന്നെ കുറച്ച് ബീഫിൻ്റെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അത് ചൂടാക്കാൻ പറഞ്ഞിട്ട്. പിന്നെ എണ്ണക്കടിയായിട്ട് എന്താന്ന് ഉള്ളിപ്പൊക്കവട അതുണ്ടാക്കാൻ പറഞ്ഞിട്ടായിരുന്നു. കുറച്ച് ബീഫിൻ്റെ ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ ജവ്വരി അടുപ്പിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. അപ്പോൾ അത് വേവിച്ചെടുക്കുകയാണ്. സേമിയ വറക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി റിഫമോള് പറയണം, ഉമ്മച്ചിയെ ഞാൻ ഇളക്കാൻ പറഞ്ഞിട്ട് അവൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് ഇങ്ങനെ വരുമ്പോൾ അതിനോട് ഇറുണ്ട്. എന്നാലും ചിലപ്പോഴൊക്കെ ഞാൻ പണിയെടുക്കുമ്പോൾ എൻ്റെ കൂടെ അടുക്കളയ്ക്ക് കയറാറുണ്ട്. കയറിയിട്ട് എന്തെങ്കിലും അവൾക്ക് പറ്റാവുള്ള എല്ലാ പണികളും ചെയ്ത് വെച്ച് തരും. എനിക്ക് നല്ല പണി ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ തൊട്ടിൽ കയറി ഇരുന്നിട്ട് ഉമ്മച്ചിയെ ഞാൻ ഇളക്കാം, ഉമ്മച്ചിയെ ഞാൻ ചെയ്യാം ഉമ്മച്ചിയെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണേ. 1-2 വട്ടം ഉമ്മാനത്ത് പോയി വന്നു കേട്ടോ. ഉമ്മാനത്തേക്ക് പോകുക വരിക പിന്നെ ഒരു ഇതാണ്. അങ്ങനെ പോയി വരുമ്പോൾ നോക്കും, അങ്ങനെ പോയി വരികയൊക്കെ ചെയ്യും. പിന്നെ ജവ്വരി വേഗണുള്ളൂ. ഞാൻ വെന്തോ നോക്കുകയാണ്. നല്ല വെന്താലേ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ട് ഞാൻ പറയും, കൈ ചൂടാണ് സ്വത്തോ പൊള്ളും പറയുന്നുണ്ട്. പക്ഷെ കേൾക്കണ്ടേ. പിന്നെ എപ്പോഴും ഞാൻ സേമിയൊക്കെ കൊട്ടില്ല. അപ്പോൾ സേമിയും രണ്ടും കൂടി ഒപ്പം വേഗട്ടെ പറഞ്ഞിട്ട് അങ്ങനെ അതിലേക്ക് നോക്കി. പിന്നെ പാലൊഴിക്കുക, നമ്മുടെ പഞ്ചസാര, ഏലക്കപ്പൊടി അതൊക്കെ തന്നെ കേട്ടോ. പാലൊഴിക്കുക, പാലൊഴിച്ച് പാൽ നല്ല തിളയ്ക്കുമ്പോൾ ഏലക്കപ്പൊടി ഇടുക. പിന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ വറുത്തത് കോരിയിടുക കേട്ടോ. അതിന് മുന്തിരി ഇല്ല, അപ്പോൾ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ നെയ്യും ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ വറുത്തെടുത്തു. പിന്നെ കടലക്കറി കഴിഞ്ഞു. പിന്നെ ഉള്ളിപ്പൊക്കവട ഉണ്ടാക്കി. അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയട്ടെ. എന്താ നിങ്ങളുടെയൊക്കെ വിശേഷം? നോമ്പൊക്കെ കഴിയാനായില്ലേ? എല്ലാവരുടെയും പെരുന്നാൾ പർച്ചേസൊക്കെ കഴിഞ്ഞോ? എൻ്റെ കഴിഞ്ഞിട്ടില്ല, പോകണം. എനിക്കൊക്കെ പണീൻ്റെ തിരക്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ പിന്നെ കറി കഴിയട്ടെ വെച്ചു. പിന്നെ അതൊക്കെയൊക്കെ വന്ന് നോമ്പറക്കാൻ സമയമായി. ഫ്രൂട്ട്സും ഷേക്കും പായസം, ഫാഷൻ ഫുഡിൻ്റെ ഒരു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു സ്ക്വാഷ്. അപ്പോൾ അതിട്ടിട്ട് വെള്ളം ഉണ്ടാക്കി, തണ്ണിമത്തൻ ജ്യൂസ് ഒക്കെ കൂടി പിന്നെ ഒക്കെ റെഡിയാക്കി ഞങ്ങൾ നോമ്പ് തുറന്നു. പിന്നെ കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്തിട്ട് ഞാനൊക്കെ കൂടി കഴിച്ചിട്ട് ദോശയും ബീഫ് കറിയും കടലക്കറി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. വരെ എല്ലാവർക്കും ബായ്.